പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽ സമയം ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തരുന്ന സാവകാശങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. അനേക അഭിഷക്തന്മാർ ആമയെ ശുശ്രൂഷിച്ച് ഇറങ്ങിപ്പോയ ഈ ഫുട്പിറ്റിൽ ഇടയാകുന്ന എനിക്കും നിലനിൽക്കുവാൻ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയ സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇന്ന് പകൽ സമയം കർത്താവിനെ ബലപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. ആമേൻ. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം, ഹല്ലേലൂയ, ആമേൻ, 6 മുതലുള്ള ആമേൻ താഴോട്ട് ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1-ാം അധ്യായം അതിൻ്റെ 6 മുതൽ. ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അതിന് യഹോവ എന്നോട് അരുളിച്ചെയ്തത്, ഞാൻ ബാലൻ എന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെ അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെ സംസാരിക്കുകയും വേണം. നീ അവരെ ഭയപ്പെടരുത്. നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടി ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. പിന്നെ യഹോവ കൈ നീട്ടി എൻ്റെ വായെ തൊട്ടു. ഞാൻ എൻ്റെ വചനങ്ങളെ നിൻ്റെ വായിൽ തന്നിരിക്കുന്നു. നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. മതി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന ആമേൻ അതേ വിഷയം തന്നെയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാന്നിധ്യം. ദൈവത്തിൻ്റെ സാന്നിധ്യം ആമേൻ നമ്മുടെ ജീവിതത്തിലില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം അമ്പേ പരാജയമാണ്. പ്രൈസ് ദി ലോർഡ്. നാം എത്ര വർഷം ദൈവത്തെ സേവിച്ചു, എത്ര നാളുകളായി നാം ദൈവത്തെ സേവിക്കുന്നു, എത്ര നാളുകളായി ആമേ സ്തോത്രം നാം ദൈവസന്നിധിയിലായിരിക്കുന്നു എന്നുള്ളതല്ല വിഷയം. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ടോ? ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടാൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതം പരാജയമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ അനേക ആമേ സ്തോത്രം ഭക്തന്മാരെ, ദൈവത്തിന് പ്രയോജനപ്പെട്ട അനേക അഭിഷക്തന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. ആദ്യമായി ദൈവം തിരഞ്ഞെടുത്ത ആമേൻ ഇസ്രായേലിൻ്റെ 1-ാമത്തെ രാജാവായിരിക്കുന്ന ശൗൽ, ഹല്ലേലൂയ, ആമേൻ, ഇസ്രായേൽ ജനത്തിൽ ഹല്ലേലൂയ, ആമേൻ, കാണാൻ മനോഹരമായൊരു മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജനത്തിൽ തൻ്റെ തോൾ ആമേൻ എല്ലാവരെക്കാളും ആമേൻ ഉയരമുള്ളവൻ, ഹല്ലേലൂയ, സൗന്ദര്യമുള്ളവൻ. പക്ഷേ അവൻ ജീവിതത്തിൽ ഹല്ലേലൂയ അവൻ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ പോയതുകൊണ്ട് അവൻ ദൈവം അവനെ തള്ളിക്കളയുവാനായിട്ട് ഇടയായി തീർന്നു. അവൻ സ്തോത്രം. ശമൂവേൽ പറയുന്നത് ഇങ്ങനെയാണ്: അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ നല്ലത്. ഇന്ന് പകൽ സമയം ഹല്ലേലൂയ അവൻ നാം എന്ത് കേട്ടു എന്നുള്ളതല്ല വിഷയം, ഹല്ലേലൂയ നാം എന്ത് ഏറ്റെടുത്തു എന്നുള്ളതാണ് വിഷയം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ ഇവിടെ പ്രസംഗിക്കുന്ന വ്യക്തിക്കല്ല പ്രാധാന്യം, ദൈവ വചനത്തിനാണ് പ്രാധാന്യം. ഹല്ലേലൂയ. അവൻ ഈ 1-ാം അധ്യായത്തിൽ നിന്നുകൊണ്ട് ഇന്ന് പകൽ സമയം ഞാൻ സംസാരിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇതിൻ്റെ 1 മുതൽ അവൻ 10 വരെയുള്ള വാക്യങ്ങളും ആമേ സ്തോത്രം ഹല്ലേലൂയ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നിന്നുകൊണ്ട് ഇന്ന് പകൽ സമയം അല്പമായി ദൈവത്തിൻ്റെ ആലോചന അവയെ സംസാരിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? ബെന്യാമീൻ ദേശത്ത് അനാഥോത്തിലെ പുരോഹിതന്മാരിൽ ഹിൽക്കിയാവിൻ്റെ മകനായ യിരെമ്യാവിൻ്റെ പ്രവാചകൻ. അനാഥോത്ത് എന്ന് പറയുന്നത് അവൻ പുരോഹിതന്മാരുടെ അമേസ്തോത്രം ഒരു പട്ടണമാണ്. അനേക പുരോഹിതന്മാർ പാർക്കുന്ന ഇടത്തിൽ ഒരു പുരോഹിതന്റെ മകനായി അവൻ യിരെമ്യാവിനെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ഇന്ന് പകൽ സമയം ഹല്ലേലൂയ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, നാം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മെ എവിടെ നിന്ന് ദൈവം തിരഞ്ഞെടുത്തു? പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മളിരിക്കുന്ന നമ്മുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. വിശുദ്ധ വേദപുസ്തകം പഠിച്ചാൽ ഇടയന്മാരെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്, രാജകുടുംബങ്ങളുടെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്, കർഷകരെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇന്ന് പകൽ സമയം നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് ഇവിടെ ഇരുത്തിയിരിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് പുകഴുവാനൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയം ഒന്ന് ആമേൻ സ്തോത്രം ദൈവത്തെ സ്തുതിച്ചു വരണമേ. ഹല്ലേലൂയ. എന്താണെന്ന് ചോദിച്ചാൽ യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം നോക്കിയല്ല ദൈവം നിന്നെ തിരഞ്ഞെടുത്തത്. ആമേൻ സ്തോത്രം. നിന്റെ സമ്പത്ത് നോക്കിയല്ല ദൈവം നിന്നെ തിരഞ്ഞെടുത്തത്. നിന്റെ വിദ്യാഭ്യാസ യോഗ്യത നോക്കിയല്ല ദൈവം നിന്നെ തിരഞ്ഞെടുത്തത്. ആമേൻ സ്തോത്രം. ദൈവം നിന്നെ തിരഞ്ഞെടുത്തത് ദൈവത്തിൻ്റെ കൃപയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
ദൈവം തിരഞ്ഞെടുത്ത കൃപയുണ്ടെങ്കിൽ ഹല്ലേലൂയ നമ്മൾ ദൈവത്തെ സ്തുതിച്ചാൽ മതി. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചില്ലെങ്കിൽ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവത്തിനൊന്നും സംഭവിക്കത്തില്ല. കാരണം അവിടെ കോടാനുകോടി ദൂതന്മാർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവയെ സ്തോത്രം. ഹല്ലേലൂയ. അവയെ കോടാനുകോടി ദൂതന്മാർ ദൈവത്തെ സ്തുതിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും വിടുതൽ ദൈവം ചെയ്തിട്ടുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിൽ ദൈവം എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ, അവ നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവയെ സ്തോത്രം. ഹല്ലേലൂയ നീ ദൈവത്തിന് പ്രാപിച്ചതിനൊത്തവണ്ണം ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യിരെമ്യാവിനെ എവിടെ നിന്നാ തിരഞ്ഞെടുത്തത്? പുരോഹിത കുടുംബത്തിൽ നിന്ന്. ഹല്ലേലൂയ. പുരോഹിത കുടുംബത്തിൽ നിന്നാണെങ്കിൽ അവയെ സ്തോത്രം യിരെമ്യാവ് ആരായിരിക്കണം? പ്രൈസ് ദി ലോർഡ്. ഒരു പുരോഹിതനായിരിക്കണം. ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചവൻ നാച്ചുറലി അവനൊരു കർഷകനായി തീരണം. അവൻ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ ഹല്ലേലൂയ മക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ഹല്ലേലൂയ അവരുടെ തൊഴിലിലേക്ക് അവരുടെ മാതാപിതാക്കൾ തള്ളിവിടുമ്പോൾ ഹല്ലേലൂയ ഇവിടെ അവൻ സ്തോത്രം ഹല്ലേലൂയ തൻ്റെ അവൻ പാരമ്പര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി അവൻ ദൈവം യിരെമ്യാവിനെ തിരഞ്ഞെടുക്കുകയാണ്. ഹല്ലേലൂയ. അവൻ സ്തോത്രം എന്തിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നു? ഒരു പ്രവാചകനായി. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാം ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പ്രവചനം ഇഷ്ടമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രവചനം ഇഷ്ടമില്ലാത്ത ആരുമില്ല. ഓടി നടക്കുകയാണ് പ്രവാചകന്മാരെ വിളിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു പ്രവാചകനെയും വിമർശിപ്പാനായിട്ട് നിൽക്കുകയല്ല. ഹല്ലേലൂയ. എന്താണ് പ്രവചനം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത്ര മാസം ഇത്രാം തീയതി അവൻ സ്തോത്രം നിന്റെ മക്കൾക്ക് ഹല്ലേലൂയ ജോലി ലഭിക്കും, അല്ലെങ്കിൽ ഇത്രാം തീയതി ഇത്ര മാസം നിന്നെ ഇന്നെടുത്തയക്കും. ഇതാണോ പ്രവചനം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ആ ഭാഗത്തേക്ക് നമുക്ക് വരാം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ പ്രവചനം പാപത്തെ വെളിപ്പെടുത്തുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവഹിതത്തിന് വിരോധമായി ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ അവയെ സ്തോത്രം മുഖം നോക്കാതെ ഹല്ലേലൂയ അവന്റെ മുഖത്ത് നോക്കി ഹല്ലേലൂയ അവയെ പ്രവചിക്കുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുന്നവനാ പ്രവാചകൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ മുഖം നോക്കാതെ ശുശ്രൂഷിച്ചാൽ ഹല്ലേലൂയ എനിക്കറിയാം സഭ നഷ്ടപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ പീരീഡ് പൂർത്തീകരിക്കുന്നതിന് മുമ്പേ സഭ നഷ്ടപ്പെടും. എനിക്കറിയാം, ഞാൻ ശുശ്രൂഷിച്ച സഭയിലെ വിശ്വാസികൾ ഈ സഭയിലുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അവൻ പരിചയപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് അവൻ പ്രാഗൽഭ്യത്തോടെ പറയുവാൻ കഴിയും. ഹല്ലേലൂയ. മുഖപക്ഷം കൂടാതെ ശുശ്രൂഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടുത്തെ കർത്താവിൻ്റെ ദാസന്റെ ജോലി നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഇല്ലെങ്കിൽ കണക്ക് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. പോളിഷ് ചെയ്ത് ശുശ്രൂഷിപ്പാനല്ല കർത്താവിൻ്റെ ദാസനെ ദൈവം തെരഞ്ഞെടുത്തത്. അവൻ പോളിഷ് ചെയ്ത് ശുശ്രൂഷിക്കാൻ പോയാൽ ഹല്ലേലൂയ ജീവിതത്തിൽ അനർത്ഥങ്ങൾ കടന്നു വരും. അതുകൊണ്ട് അവൻ സ്തോത്രം ഇന്ന് പകൽസമയം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവജനമേ ഹല്ലേലൂയ കർത്താവിൻ്റെ ദാസൻ പറയുന്ന ദൈവവചനത്തെ അവൻ സ്തോത്രം ഹല്ലേലൂയ അതുപോലെ ഏറ്റെടുത്തനുസരിക്കുവാൻ ഹല്ലേലൂയ അവൻ ദൈവമക്കൾ കടപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ദൈവദാസനും അവൻ ദൈവം തിരഞ്ഞെടുക്കാതെ ഇവിടെ വന്ന് നിൽക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു അവൻ സ്തോത്രം ഹല്ലേലൂയ ഒരു ടീച്ചിങ് മെത്തേഡിൽ അവൻ ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു അഭിഷക്തനാണ് നിങ്ങളുടെ ദൈവദാസൻ. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഹല്ലേലൂയ അവൻ സ്തോത്രം ഒരു ലോക്കൽ സഭയുടെ ശുശ്രൂഷകന് മുകളിൽ അവൻ ഒരു ശുശ്രൂഷകനും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര തീയിറക്കുന്ന ദൈവദാസന്മാർ വന്നാലും അമേ സ്തോത്രം ഞാൻ പറയുന്നു ഒരു ലോക്കൽ ശുശ്രൂഷകന്റെ മേളിലല്ല. കാരണം അമേ സ്തോത്രം നിങ്ങളെ പൂർണ്ണമായി ഏൽപ്പിച്ചിരിക്കുന്നത് അവൻ ഈ ലോക്കൽ സഭയിലെ ദൈവദാസനെയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസൻ നിങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ഇടുവിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവൻ കർത്താവിൻ്റെ ദാസൻ വേദനയോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ഒരുപക്ഷെ നിങ്ങളത് അംഗീകരിച്ചില്ലെങ്കിൽ പോലും അവൻ സ്തോത്രം ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം അത് കണക്കിടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അനാഥോത്തിലെ പുരോഹിതന്മാരിൽ
ഹിൽക്കിയാവിന്റെ മകനായ യിരെമ്യാവിനെ ദൈവം തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അവൻ 4-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, സ്തോത്രം, ഹല്ലേലൂയ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. എത്ര പ്രിയപ്പെട്ടവർക്ക് ഹല്ലേലൂയ എന്ന് പറയുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അവൻ പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, അവൻ ചിലപ്പോൾ നിന്റെ ജീവിതത്തിൽ നിന്നെ 10-ാം വയസ്സിലായിരിക്കും ദൈവം തെരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ 40-ാം വയസ്സിലായിരിക്കും നീ ദൈവത്തെ കണ്ടെത്തിയത്, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ ഒരു വൈഷമ്യ മേടിലായിരിക്കും നീ കണ്ടെത്തിയത്, അല്ലെങ്കിൽ നീ ഒരു രോഗിയായപ്പോഴായിരിക്കും ദൈവം നിന്നെ വിളിച്ചു എന്നുള്ള ബോധ്യം നിനക്ക് വന്നതെന്നാൽ അവൻ സ്തോത്രം, നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ അവൻ ഒരു പൊട്ടായിരിക്കുമ്പോൾ ഹല്ലേലൂയ അവൻ ദൈവം നിന്നെ കണ്ടു, അവൻ നിന്നെ തെരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പലപ്പോഴും തോന്നുന്നത് നമ്മൾ ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ടപ്പോഴാ ദൈവം നമ്മളെ കണ്ടെത്തുന്നത്. അല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 39-ാം സങ്കീർത്തനത്തിൽ നമുക്ക് 139-ാം സങ്കീർത്തനം, അവിടെ ഒരു വാക്യമുണ്ട്. ഞാൻ പിന്നാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മെ ഹല്ലേലൂയ ഇന്നലെ കണ്ടതല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു കൺവെൻഷന് പ്രസംഗം കേട്ടപ്പോഴല്ല നിന്നെ ദൈവം കണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഒരു ഉപവാസ പ്രാർത്ഥനയിൽ സംബന്ധിച്ചപ്പോഴല്ല ദൈവം നിന്നെ കണ്ടത്. അവൻ നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നത് മുൻപേ അവൻ സ്തോത്രം സ്വർഗത്തിലെ ദൈവം നിന്നെ കണ്ടത് കൊണ്ട് അവൻ ദൈവത്തിന്റെ കൃപയോർത്ത് ഹല്ലേലൂയ ഇന്ന് പകൽസമയം നീ ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ സ്തോത്രം, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടി? ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. പ്രവചന ശുശ്രൂഷ കുറച്ച് ടഫായിട്ടുള്ളൊരു ശുശ്രൂഷയാണ്. പ്രൈസ് ദി ലോർഡ്. ശരിയായി പ്രവചിച്ചിട്ട് പോയാൽ ചിലപ്പോൾ വണ്ടിക്കൂലി പോലും കിട്ടത്തില്ല, അല്ലേ പാസ്റ്റർ? പ്രൈസ് ദി ലോർഡ്. വീട്ടുകാരെ പ്രസാദിപ്പിച്ച് ദൂത് പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ ഹല്ലേലൂയ ചിലപ്പോൾ വണ്ടിക്കൂലി കരുതിക്കൊണ്ട് പോകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ. ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായിരിക്കുന്ന അബേ സ്തോത്രം ദാവീദിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഹല്ലേലൂയ, അവൻ നാഥാൻ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. രാജാവിനോട് ദൂത് പറഞ്ഞാൽ ചിലപ്പോൾ ജീവൻ പോകും, ചിലപ്പോൾ തല പോകും. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ കാരാഗൃഹത്തിൽ കിടക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, യോഹന്നാൻ സ്നാപകൻ ഹെരോദാവിനോട് പറഞ്ഞു, ഹല്ലേലൂയ, നിന്റെ അബേ സ്തോത്രം നിന്റെ സഹോദരന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നത് വിഹിതമല്ല. യോഹന്നാന് തൻ്റെ തല നഷ്ടപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ. ഏത് പ്രവാചകൻ നിന്റെ ജീവിതത്തിൽ കുറവ് വെളിപ്പെടുത്തിയാലും അവയെ സന്തോഷത്തോടെ ഏറ്റെടുത്താൽ ഹല്ലേലൂയ അവയെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. അവയെ സ്തോത്രം, നിനക്ക് ഹല്ലേലൂയ 100 പ്രവാചകൻ അവൻ നിനക്ക് അനുകൂലമായി പ്രവചിച്ചാലും ഹല്ലേലൂയ അവൻ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ നിന്റെ കുറവ് വെളിപ്പെടുത്തുന്ന ഒരു പ്രവാചകൻ അവയെ സ്തോത്രം നിന്നോട് കുറവ് വെളിപ്പെടുത്തിയാൽ ഹല്ലേലൂയ അത് സന്തോഷത്തോടെ ഏറ്റെടുത്ത് ഹല്ലേലൂയ അവയെ സ്തോത്രം സന്തോഷത്തോടെ ഏറ്റെടുത്ത് അനുസരിപ്പാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സഭയുടെ ലോക്കൽ പാസ്റ്റർ ഹല്ലേലൂയ അപേക്ഷ സൂക്ഷിക്കുമ്പോൾ ഹല്ലേലൂയ നിങ്ങൾ ഒരിക്കലും ആമേൻ ദൈവദാസനോട് പിറുപിറുക്കരുത്. നിങ്ങളുടെ മനസ്സിനെ കഠിനമാക്കരുത്. നിങ്ങൾ ശുശ്രൂഷയ്ക്ക് ആമേൻ സ്തോത്രം സഭയിൽ കടന്നു വരണമെന്ന് പറയുന്നത് കർത്താവിൻ്റെ ദാസന് വേണ്ടിയിട്ടല്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ സമയത്ത് ആരാധനയ്ക്ക് വരണമെന്ന് പറയുന്നത് കർത്താവിൻ്റെ ദാസന് വേണ്ടിയിട്ടല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. നമ്മളൊക്കെ ജോലി ചെയ്യുന്നവരാണ്. ആമേൻ സ്തോത്രം. ഒരു 20 മിനിറ്റ് ആമേൻ നമ്മൾ ലേറ്റായാൽ, ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, 20 മിനിറ്റ് ലേറ്റായാൽ എന്ത് ചെയ്യും? പഞ്ചിങ് സിസ്റ്റമാണ് അല്ലേ? ആമേൻ. അന്ന് ഹാഫ് ഡേ ആണ്. നമ്മൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും?
നേരത്തെ ജോലിക്ക് പോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാനിവിടെ വന്നിരുന്നപ്പോൾ എനിക്ക് തോന്നി ഇവിടെ ആൾ കുറവാണ്, ഇന്ന് ആളില്ലെന്ന് ചിന്തിച്ചു. പക്ഷേ എല്ലാവരും കുറച്ച് കഴിഞ്ഞപ്പം കുറച്ചായിട്ട് വന്നു. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ സ്തോത്രം. 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ മധ്യ ആരുണ്ട്? ദൈവമുണ്ട്. അപ്പോൾ ദൈവം വന്നതിന് ശേഷമാണ് നമ്മളെല്ലാം എന്ത് ചെയ്യുന്നത്? വരുന്നേ, അല്ലേ? ശരിയാണോ? പ്രൈസ് ദി ലോർഡ്. ആരും ഉറങ്ങരുതേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രധാന അധ്യക്ഷൻ വന്നതിന് ശേഷമാണ് അണികൾ വരുന്നത്. ശരിയാണോ? അതിൽ അനുഗ്രഹമുണ്ടോ? ഹല്ലേലൂയ. ഇവിടെ കൊയർ നല്ല രീതിയിൽ ജനത്തെ സ്തോത്രം ഒരുക്കിയെടുത്ത് ഒരു ശുശ്രൂഷ ചെയ്യുന്നത് കാണുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവം അവരെ ഈ നാളുകൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. പ്രവാചക ശുശ്രൂഷയ്ക്ക് വേണ്ടി യിരെമ്യാവിനെ ദൈവം തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവം യിരെമ്യാവിനോട് പറഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ സ്തോത്രം പ്രവാചകനായി നിയമിക്കുമ്പോൾ യിരെമ്യാവ് പറയുന്നൊരു വാക്കുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഞാൻ അയ്യോ യഹോവേ. എന്തുകൊണ്ടാണ് യിരെമ്യാവ് നിലവിളിക്കുന്നത്? തനിക്ക് മുൻപ് ശക്തനായ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. നമുക്കറിയാം ആരാ? യെശയ്യാവ്. പ്രൈസ് ദി ലോർഡ്. രാജകുടുംബത്തിൽ ജനിച്ചവൻ, രാജകൊട്ടാരത്തിൽ സ്വാധീനമുള്ളവൻ. ഹല്ലേലൂയ. 66 അധ്യായങ്ങൾ എഴുതിയവൻ, വിശുദ്ധ വേദപുസ്തകത്തിലെ വിശുദ്ധ ബൈബിളിന് തുല്യമായ ഹല്ലേലൂയ ഒരു ഗ്രന്ഥം എഴുതിയ സ്തോത്രം, ഹല്ലേലൂയ, യെശയ്യാ പ്രവാചകനെ മനശ്ശെ എന്ന് പറയുന്ന രാജാവ് തനിക്കനിഷ്ടമായി പ്രവചിച്ചത് കൊണ്ട് 2 തടിക്കഷണങ്ങൾ വെച്ച് അതിൻ്റെ നടുവിൽ കൂട്ടിക്കെട്ടി ഈർച്ചവാളാൽ അറുത്തുകൊന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാനിത് പറഞ്ഞപ്പോൾ ആർക്കും ഒരു ഫീലിംഗും തോന്നിയില്ല. പ്രൈസ് ദി ലോർഡ്. കൈയൊന്ന് മുറിയുമ്പോൾ അറിയാം വേദന. ശരീരത്തിലൊരു മുള്ളു കൊള്ളുമ്പോൾ അറിയാം വേദന എത്ര ആണെന്ന്. പ്രൈസ് ദി ലോർഡ്. ശക്തിയോടെ ദൈവത്തിന് വേണ്ടി മുഖപക്ഷം കൂടാതെ പ്രവചിച്ച ഹല്ലേലൂയ യെശയ്യാവിനെ 2 തടിക്കഷ്ണങ്ങളുടെ മുൻപിൽ വെച്ച് തമ്മിൽ കൂട്ടിക്കെട്ടി ഈർച്ചവാള കൊണ്ട്, എന്ന് പറഞ്ഞാൽ തടിയറക്കുന്ന വാള കൊണ്ട് ശരീരം 2 മുറിച്ചു കൊന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്നും അത്ര വേദന വരത്തില്ല, കാരണം നമ്മുടെ ദേശത്തൊന്നും അത്ര പ്രശ്നങ്ങളില്ലല്ലോ, അല്ലേ? മണിപ്പൂരിലൊക്കെ ചെന്ന് നോക്കണമായിരുന്നു. പാവങ്ങളെ പ്രൈസ് ദി ലോർഡ് നഗ്നരാക്കി പെരുവഴികളിലൂടെ വലിച്ചിഴച്ചു. പ്രൈസ് ദി ലോർഡ്. എത്രയോ യൗവനക്കാരെ സ്തോത്രം, ഹല്ലേലൂയ, എത്രയോ ദേവാലയങ്ങൾ തള്ളി തകർത്തു, എത്രയോ പ്രിയപ്പെട്ടവരെ അഗ്നിക്കിരയാക്കി. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ സ്തോത്രം. അങ്ങനൊരു സാഹചര്യത്തിൽ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചാൽ നമ്മൾ ഇറങ്ങുമോ? നമ്മുടെ ദേശത്തൊരു വലിയ സ്തോത്രം കലാപം പൊട്ടിപ്പുറപ്പെടുമ്പോൾ, സ്തോത്രം ക്രിസ്ത്യാനികളെ ചുട്ടരിക്കുമ്പോൾ, ക്രിസ്ത്യാനികളെ ഹല്ലേലൂയ ചെയ്യുമ്പോൾ അവരൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുമോ? ഒരിക്കലുമില്ല. സ്തോത്രം, ഹല്ലേലൂയ. അവരിവിടെ യെശയ്യാ പറയുന്നത്, അയ്യോ യഹോവേ, എനിക്ക് സംസാരിപ്പാനറിയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്, ഞാൻ ബാലനാണ്. ഇതാണ് നമ്മുടെ പ്രധാന സ്തോത്രം വിഷയം. ഹല്ലേലൂയ. ദൈവത്തോട് എക്സ്ക്യൂസ് പറയുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ബാലനല്ലോ. യഹൂദന്മാരുടെ ഇടയിൽ ശുശ്രൂഷയ്ക്ക് കുറഞ്ഞപക്ഷം എത്ര വയസ്സ് വേണം? 30 വയസ്സ്, അല്ലേ? യേശു തൻ്റെ 30-ാം വയസ്സിൽ ശുശ്രൂഷ ആരംഭിച്ചു. പുരോഹിതന്മാർ 30-ാം വയസ്സിലാണ് ശുശ്രൂഷ ആരംഭിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്തോത്രം യിരെമ്യാവിന് കേവലം 20 വയസ്സ് മാത്രം പ്രായമുള്ള യിരെമ്യാവിനെ ദൈവം എന്ത് ചെയ്യുകയാണ്? ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ടാണ് യിരെമ്യാവ് പറയുന്നത്, ഞാൻ ബാലനാണ്. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളും ഇതുപോലെയൊക്കെ പറയാറുണ്ട്. സ്തോത്രം, എനിക്ക് കഴിവില്ല. നമ്മുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണോ ദൈവം നമ്മളെ ഉപയോഗിക്കുന്നത്? ആണോ പാസ്റ്ററേ? പ്രൈസ് ദി ലോർഡ്. ഇവിടെ കയറി നിന്ന് നോക്കണം നിങ്ങൾ. ആണോ മോനെ? ആണോ?
ഞാൻ ഒരു പ്രസംഗക്കുറിപ്പ് തന്നാൽ ഞാനൊന്ന് മുട്ടിരിക്കുമായിരുന്നു, വിറയ്ക്കുമായിരുന്നു. 10 മിനിറ്റ് പ്രസംഗിക്കാൻ പറയാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു, വിറയ്ക്കുമായിരുന്നു. പക്ഷേ ഹല്ലേലൂയ, ഇത്രയും പേരുടെയെങ്കിലും മുൻപിൽ നിൽക്കുവാൻ ബലപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ സമയത്തെ ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ. ഒരിക്കലെങ്കിലും ഹല്ലേലൂയ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാത്ത ഒരു വ്യക്തിയും ഇതിനുള്ളിൽ ഇരിപ്പില്ല എന്ന് സ്തോത്രം ഇന്ന് പകൽ സമയം ഞാൻ ശക്തമായി വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. നിന്നെ ദൈവം വേലയ്ക്ക് വേണ്ടി വിളിച്ചു വാതിരിച്ചിട്ടുണ്ടെങ്കിൽ, വേലയ്ക്കുള്ള വിളി നിന്റെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് പകൽ സമയം നീ ദൈവത്തോട് മറുതലിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ ആരാ വിളിച്ചത്? ആരാ വിളിക്കുന്നത്? അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവമാണ് നമ്മളെ വിളിക്കുന്നത്. ഹല്ലേലൂയ. സഭയും സംഘടനയും രണ്ടും രണ്ടാ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ലെന്ന് അരുളി ചെയ്തവനായ ദൈവം. ദൈവസഭയുടെ പണിക്ക് വേണ്ടി നിന്നെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവസഭയുടെ ഹല്ലേലൂയ പ്രവർത്തനത്തിന് വേണ്ടി ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, നീ പിറകോട്ട് പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ബാലനെന്ന് പറയരുത്. സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. നമ്മൾ ഒത്തിരി ചെറിയ കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷ കണ്ടിട്ടുണ്ട്. ഞാൻ നാട്ടിൽ കണ്ടിട്ടുണ്ട് പലരെയും. സ്തോത്രം. ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ ദൈവവചനം പ്രസംഗിക്കേണ്ടാൽ എന്തൊരു പക്വതയാണ് അവർക്ക്. എത്ര നന്നായിട്ടാണ് ദൈവവചനം വ്യാഖ്യാനിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കഴിവ് കൊണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട്, നമ്മുടെ അറിവ് കൊണ്ട്, ഹല്ലേലൂയ, ഒരു വാക്യം പോലും വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല ദൈവമക്കളെ. വ്യാഖ്യാനിച്ചാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ബാലനെന്ന് നീ പറയരുത്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിടെ പറയുകയാണ്, ഞാൻ ബാലനെന്ന് നീ പറയരുത്. ഹല്ലേലൂയ. ഞാൻ ബാലനെന്ന് നീ പറയരുത്. നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 5 രാജാക്കന്മാരുടെ കാലത്ത് യിരെമ്യാവ് സ്തോത്രം തൻ്റെ പ്രവാചക ശുശ്രൂഷ ചെയ്തു. 40 സംവത്സരം താൻ പ്രവാചക ശുശ്രൂഷ ചെയ്തു. ഹല്ലേലൂയ. തന്നെ പ്രവാചകനായി വിളിക്കുമ്പോൾ താൻ പറയുന്നത്, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ദൈവം നമ്മളെ ഉപയോഗിക്കുവാൻ തുടങ്ങിയാൽ, ദൈവം നമ്മളെ കരങ്ങളിലെടുത്താൽ, ദൈവം നിന്റെ വായെ തൊട്ടാൽ, ഹല്ലേലൂയ, സ്തോത്രം, നീ ഏതെല്ലാം തലങ്ങളിലാണ് സ്തോത്രം ശുശ്രൂഷിക്കുന്നതെന്ന്, ഹല്ലേലൂയ, സ്തോത്രം, ഒരിക്കലും നമുക്ക് പറയുവാൻ കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചില സമയങ്ങളിൽ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ ചെയ്തിട്ട് ഞാൻ തന്നെയാണോ ശുശ്രൂഷിച്ചതെന്ന് ചില സമയങ്ങളിൽ ഞാൻ നിരാശപ്പെട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇത് 2 സംഭവിക്കും. ചില സമയങ്ങളിൽ പ്രസംഗിച്ചിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ തോന്നും, അയ്യോ ഇന്നത്തെ ശുശ്രൂഷ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് വലിയ നിരാശയോടെ ഇറങ്ങിപ്പോകും. പ്രൈസ് ദി ലോർഡ്. ചില സമയങ്ങളിൽ ദൈവം നമ്മളെ ഉപയോഗിച്ചാൽ, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ തന്നെയാണോ ഈ ശുശ്രൂഷ ചെയ്തതെന്ന് സ്തോത്രം അത്ഭുതപ്പെട്ടു പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ സമയം ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിൻ്റെ വിളിയുടെ മുൻപിൽ, ഹല്ലേലൂയ, സ്തോത്രം, നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തിരുവചനത്തിൽ നമുക്ക് സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തോട് സ്തോത്രം, ഹല്ലേലൂയ, തർക്കുത്തരം പറയുന്ന, അല്ലെങ്കിൽ ദൈവത്തോട് കഴിയുകയില്ല എന്ന് പറയുന്ന, അയോഗ്യത പറയുന്ന സ്തോത്രം നിരവധി വിഷയങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്നാം നമ്മളിപ്പോൾ വായിച്ചു, ആരാണ്? യിരെമ്യാവ്. യിരെമ്യാവ് എന്ത് പറഞ്ഞു? ഞാൻ ബാലനാണ്, എനിക്ക് യോഗ്യതയില്ല. ഹല്ലേലൂയ. അതുപോലെ സ്തോത്രം ദൈവം ഉപയോഗിച്ച വ്യക്തിയാണ് ആര്? മോശ. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം സ്തോത്രം അതിൻ്റെ സ്തോത്രം 11 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഒന്നാമതായി മോശ പറയുന്നതാണ് 4:10. എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇത് മാത്രമാണോ മോശയുടെ സ്തോത്രം, ഹല്ലേലൂയ, അയോഗ്യത? നമുക്കറിയാം, മോശ ഒരിക്കൽ സ്വന്തമായിട്ട് ഫൈറ്റ് ചെയ്ത ഒരാളാണ്, അല്ലേ? തൻ്റെ സഹോദരന്മാരെ അടിക്കുന്ന കണ്ടപ്പോൾ, താൻ തെക്കും മുക്കും നോക്കി ആരുമില്ലെന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു? പെട്ടെന്ന് അടിച്ചു കൊന്നവനെ മണലിൽ താത്തിട്ട്, ഹല്ലേലൂയ, ഒന്നും അറിയാത്തവനെ പോലെ നടന്നവനാണ്. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ഭാഗമൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ അഭിഷക്തന്മാരെ ഒത്തിരി പേര്, ഹല്ലേലൂയ, ലോകത്തിൽ ഗുണ്ടകളും സ്തോത്രം വാറ്റി നടന്നവരും, സ്തോത്രം ബീഡി കച്ചവടം നടത്തിയവർ, കഞ്ചാവ് കച്ചവടം നടത്തിയത്, ലോകത്തിൽ തല്ലുണ്ടാക്കിയവർ, ഹല്ലേലൂയ, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവർ, ഇങ്ങനെയുള്ളവരെയാണ് ദൈവം എന്ത് ചെയ്യുന്നത്? തിരഞ്ഞെടുക്കുന്നത്. എന്തിനാ ദൈവം ഇങ്ങനെയുള്ളവരെ തിരഞ്ഞെടുക്കുന്നത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ ദൈവം തിരഞ്ഞെടുത്താൽ സ്തോത്രം അവരങ്ങനെയുള്ളവരായിരിക്കും, തീഷ്ണതയുള്ളവരായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി പേരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഹല്ലേലൂയ. അവർ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുമ്പോൾ അവർ ലോകത്തിന് എങ്ങനെ പ്രയോജനപ്പെട്ടോ അതിനേക്കാൾ കൂടുതൽ തീഷ്ണതയിൽ സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് പ്രയോജനപ്പെടുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ മോശയുടെ പശ്ചാത്തലം എന്താണ്? ഒന്ന്, താനൊരു ക്രിമിനലാണ്. ശരിയാണോ? ഒരിക്കൽ സ്തോത്രം മിസ്രൈമിൽ ഒരുത്തനെ അടിച്ചു കൊന്നിട്ട് അവിടെ നിന്ന് മിദ്യാനിലേക്ക് ഓടിപ്പോയ സ്തോത്രം ഒന്നും അറിയാത്തവനെ പോലെ ഒളിച്ചു പാർക്കുന്ന മിദ്യാനിലെ പുരോഹിതന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് മരുഭൂമി നടക്കുന്ന മോശയോട് പറയുകയാണ്, എൻ്റെ ജനത്തിൻ്റെ കണ്ണുനീർ ഞാൻ കണ്ടു, അവരെ ഉദ്ധരിക്കേണ്ടതിന്, ഹല്ലേലൂയ, ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു, അവരെ മോചിപ്പിക്കുവാൻ വേണ്ടി, ഹല്ലേലൂയ, ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. ഒരിക്കൽ ഓടിപ്പോയവനാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഓടിപ്പോയവരാണ്, ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ദേശത്ത് നമ്മളൊരു കൊലപാതകം ചെയ്തിട്ട് നമുക്ക് പിന്നെ അവിടോട്ട് കയറാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. അനേക കൊലപാതകന്മാരെ ദൈവം തൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചു വാർദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അനേക ക്രിമിനലുകൾ, ഹല്ലേലൂയ, ജയിലിൽ നിന്നും മാനസാന്തരപ്പെട്ടു വന്ന അനേക, ഹല്ലേലൂയ, ജനങ്ങളെ ദൈവം തൻ്റെ വേലയ്ക്ക് വേണ്ടി, ഹല്ലേലൂയ, ഉപയോഗിച്ചിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഒന്ന് പറയുന്നു, ഞാൻ, ഹല്ലേലൂയ, അതിന് യോഗ്യനല്ല. 4:1 വായിക്കാം. അതിന് മോശെ, അവർ എന്നെ വിശ്വസിക്കാതെ എൻ്റെ വാക്ക് കേൾക്കാതെയും യഹോവ നിനക്ക് പ്രത്യക്ഷനായിട്ടില്ല എന്ന് പറയുമെന്ന് ഉത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്താ അവിടെ കാണുന്നത്? ജനത്തിൻ്റെ അംഗീകാരമില്ല, അല്ലേ? യേശു ക്രിസ്തു ശുശ്രൂഷ ചെയ്തപ്പോൾ എന്തു പറഞ്ഞു? അവന് തച്ചൻ്റെ മകനാ. നമ്മൾ നമ്മുടെ ദേശത്ത് പലപ്പോഴും എന്ന് വേദപുസ്തകം എടുത്തുകൊണ്ട് നടക്കുമ്പോൾ പറയും, നിന്നെ എനിക്കറിയാം, നീ ഇന്നയാളുടെ മോനാ, നിന്റെ കുലം എനിക്കറിയാം, നിന്റെ കുടുംബം എനിക്കറിയാം, നിന്റെ പശ്ചാത്തലം അറിയാം. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. എന്നാൽ, ഹല്ലേലൂയ, ദൈവം നമ്മുടെ കുലം നോക്കത്തില്ല, ദൈവം നമ്മുടെ കഴിവ് നോക്കത്തില്ല. ദൈവം നിന്റെ വിദ്യാഭ്യാസം നോക്കിയിട്ടല്ല നിന്നെ തിരഞ്ഞെടുക്കുന്നത്. സ്തോത്രം, നിന്റെ പശ്ചാത്തലം നോക്കിയല്ല ദൈവം നിന്നെ തിരഞ്ഞെടുക്കുന്നത്. ഇന്ന് പകൽ സമയം ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ നീ തയ്യാറാണെങ്കിൽ, ദൈവത്തിന്റെ ശബ്ദത്തിന് നീ കീഴ്പ്പെടുവാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ കുടുംബ പശ്ചാത്തലം എൻ്റെ ദൈവത്തിനൊരു പ്രശ്നമല്ല, നിന്റെ വിദ്യാഭ്യാസം ദൈവത്തിനൊരു പ്രശ്നമല്ല, സമൂഹത്തിൽ നിനക്കുള്ള വില ദൈവത്തിനൊരു പ്രശ്നമല്ല. സ്തോത്രം, നിന്നെ ഉയർത്തി നിർത്തുന്നൊരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശ പറഞ്ഞു, ഞാൻ തടിച്ച നാവുള്ളവനാണ്. ഞാൻ പറയുന്നു, മോശ അന്നേരം അംഗീകരിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അഹരോനെ തനിക്ക് നാവായിട്ട് നിർത്തത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എത്ര ദൈവമക്കൾ പറയുന്ന സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ വിക്കനായിരുന്നു, എനിക്ക് സംസാരിക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷേ അവരൊക്കെ പിന്നീട്, ഹല്ലേലൂയ, ദൈവവചനം സംസാരിക്കുന്ന കേട്ടാൽ നമുക്ക്, ഹല്ലേലൂയ, എത്ര അത്ഭുതകരമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്നുമില്ലായ്മ സകലത്തെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ളവൻ, അവൻ മനുഷ്യന് വായെ കൊടുത്തവൻ, സ്തോത്രം, മനുഷ്യനും നാവിനെ കൊടുത്ത ദൈവത്തിന്, സ്തോത്രം, നിന്റെ നാവിനെ ശക്തീകരിക്കുവാൻ, നിന്റെ ശരീരത്തെ ശക്തീകരിച്ചു നിർത്തുവാൻ, ജനം അംഗീകരിക്കപ്പെട്ട നിലവാരത്തിൽ, സ്തോത്രം, ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ, സ്തോത്രം, ഹല്ലേലൂയ, വളരും തോറും, സ്തോത്രം, ഹല്ലേലൂയ, കേരള കോൺഗ്രസ് പറയുന്നുള്ളൂ, വളരും തോറും പിളരരുത്. ഹല്ലേലൂയ,
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അനേക ദൈവദാസന്മാരെ ഇതിനുള്ളിൽ ദൈവം ഇരുത്തിയിട്ടുണ്ടെന്ന് അവൻ ഇന്ന് പകൽസമയം ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. ദൈവത്തിന്റെ ശബ്ദം കേട്ടവൻ, നീ ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടില്ലേ? ദൈവത്തിന്റെ ആലോചന നീ കേട്ടിട്ടില്ലേ? എന്നിട്ടും നീ ദൈവത്തെ മറുതലിച്ചു പോകുന്ന, അപേസ്തോത്രം, ദൈവത്തിന് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടാതെ അപേസ്തോത്രം ദൈവത്തിന് അകന്ന് ജീവിക്കുന്നു എന്ന് ദൈവാത്മാവിൽ ഇന്ന് പകൽസമയം ഞാൻ വിളിച്ചു പറയുകയാണ്. ഓ, ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ടും ദൈവത്തിൻ്റെ ആലോചന നിൻഹാലലിയ പല ആവർത്തി ഹാലൽ നീ കേട്ടിട്ടും അപേസ്തോത്രം ദൈവത്തിന് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടാതെ അപേസ്തോത്രം മുൻപോട്ട് ജീവിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ അപേസ്തോത്രം ദൈവത്തിൻ്റെ ആത്മാവെന്ന് പകൽ സമയം ഹാലലൂയ അവൻ ആലോചനയായി പറയുകയാണ്. അപേസ്തോത്രം നിന്റെ ദൈവം ഈ ദേശത്ത് അയച്ചത് ഈ ദേശത്തെ നന്മ മാത്രം പ്രാപിച്ചു ജീവിപ്പാൻ വേണ്ടിയല്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹലലി ഒരു ജനതയാണ് കേരള ജനത. പ്രൈസ് ദി ലോർഡ്. 16 വർഷം അമേൻ ദുബൈയുടെ മണ്ണിൽ ജീവിപ്പാൻ കർത്താവിടയാക്കി. അവിടെയൊക്കെ വരുന്ന എല്ലാ ദൈവമക്കളും പെന്തക്കോസുകാരും അവിടെ ഇവിടങ്ങളിൽ ആ ചെറിയ കൂടിവരവുകൾ കൂടും. പ്രൈസ് ദി ലോർഡ്. മണലുകളിൽ പോയി പാവിരിച്ച് 5ഉം 6ഉം പേര് കൂടിയിരുന്ന് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവിക ഉദ്ദേശമില്ലാതെ, ദൈവത്തിന് പദ്ധതിയില്ലാതെ എൻ്റെ കർത്താവ് ആരെയും വിളിച്ചു വേർതിരിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ ഹല്ലേലൂയ അവൻ നാം ദൈവത്തിന് പ്രയോജനപ്പെടേണ്ടവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഡ്യൂട്ടിയുണ്ട്, ഡ്യൂട്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഡ്യൂട്ടി കഴിഞ്ഞ് എങ്ങനെയാണ് പോകുന്നത്? പ്രൈസ് ദി ലോർഡ്. 12 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എങ്ങനെ പോകും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീട്ടിൽ ഫുഡ് ഉണ്ടാക്കണ്ടേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾ ഡൽഹിയിൽ ഞാൻ ഏതാണ്ട് 8 വർഷം ഉണ്ടായിരുന്നു. ഡൽഹിയിൽ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ സ്തോത്രം ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ നേരെ ഓടിച്ചെന്ന് ബസ് സ്റ്റോപ്പിലിരിക്കും. F58 സ്തോത്രം കെ ടി തോമസ് പാസ്റ്റർ അറിയായിരിക്കും അല്ലേ? കേട്ടിട്ടുണ്ടോ? കെ ടി തോമസ് പാസ്റ്ററുടെ ചർച്ചിലെ ഒരു വിശ്വാസിയായിരുന്നു ഞങ്ങൾ. ഇപ്പോൾ വൈകിട്ട് ഞങ്ങൾക്കൊരു വാനുണ്ട്. ഡ്യൂട്ടി കഴിഞ്ഞാൽ ഓടിച്ചെന്ന് എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ വെയിറ്റിംഗ് ഷെഡിലേക്ക് ഇവിടെ എല്ലാം വന്ന് ഈ വാനെടുത്ത് ഞങ്ങളെ ആരാധനയ്ക്ക് കൊണ്ടുപോകും. ഹല്ലേലൂയ. വൈകിട്ട് വീട്ടിൽ ചെന്ന് കഴിച്ചെങ്കിൽ കഴിച്ച്, കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ല. ഇങ്ങനെ ഹല്ലേലൂയ പ്രാർത്ഥനകൾ മുടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ, നീ ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ ചുമൽ കൊടുത്താൽ, നിന്റെ ആരോഗ്യം ദൈവത്തിന് വേണ്ടി കൊടുത്താൽ, നിന്റെ കുടുംബം ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ, ഹല്ലേലൂയ, എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. അവൻ സ്തോത്രം. എൻ്റെ ദൈവം നിന്റെ തലമുറയ്ക്ക് വേണ്ടി, അവൻ നിന്റെ കുടുംബത്തിന് വേണ്ടി ഹല്ലേലൂയ അവൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഭക്ഷണത്തിന് വേണ്ടി അല്ല നീ ജീവിക്കേണ്ടത്. സ്തോത്രം. ഈ ലോകത്തിലെ ഭൗതിക നന്മകൾക്ക് വേണ്ടി അല്ല നീ ജീവിക്കേണ്ടത്. ഈ ലോകത്തിന് നേടിയതെല്ലാം ഇവിടെ നീ ഉപേക്ഷിച്ചു പോകുമെന്നാൽ അവൻ നീ ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ ഒരു വാക്ക് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ ദൈവത്തിന് വേണ്ടി നിന്റെ കരം ചലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ ദൈവത്തിന് വേണ്ടി നീ ഒരു ചുവട് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം, എൻ്റെ ദൈവം നിനക്ക് പ്രതിഫലം തരാതെ പോകുകയില്ല. Praise the Lord. Hallelujah. Hallelujah. ആമേൻ. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. നമ്മുടെ സാഹചര്യം എന്തുമാകട്ടെ, നമ്മുടെ ഹല്ലേലൂയ കുടുംബത്തിൻ്റെ പശ്ചാത്തലം എന്തുമാകട്ടെ, നിന്റെ സാമ്പത്തിക പശ്ചാത്തലം എന്തുമാകട്ടെ, നിന്റെ ശരീരത്തിൻ്റെ നിലവാരം എന്തുമാകട്ടെ, ഹല്ലേലൂയ സ്തോത്രം, നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ സ്തോത്രം ദൈവം നിന്നെ ശക്തീകരിക്കും. നീ ഒരു രോഗിയായിട്ട് ഇന്ന് പകൽ സമയം ഇവിടെ ഇരിക്കുന്നെങ്കിൽ ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നീ ദൈവത്തിന് വേണ്ടി ഒരു ചുവട് വെച്ചാൽ സ്തോത്രം ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തിന് വേണ്ടി നമുക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല, പക്ഷേ ദൈവം നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരണം. ഇതല്ലേ നമ്മുടെ കാഴ്ചപ്പാട്? ഇതല്ലേ നമ്മുടെ കാഴ്ചപ്പാട്? അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമുക്ക് നല്ല ജോലി കിട്ടണം, നമ്മൾ ജോലിയിൽ കയറ്റം കിട്ടണം, നല്ല സാലറി കിട്ടണം, നല്ല ഭവനം വേണം, നമുക്ക് നല്ല സുഖമായിട്ട് ജീവിക്കണം. പക്ഷേ ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി എത്ര കണ്ണുനീരൊഴുക്കിയിട്ടുണ്ട്? പ്രൈസ് ദി ലോർഡ്. അവർ നിങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണം, അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. പിതാവിനോട് ചോദിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ഹല്ലേലൂയ. അവൻ ലോകം അവരെ തള്ളിക്കളഞ്ഞപ്പോൾ, അവൻ ലോകം അവരെ നിന്ദിച്ച് പുറം തള്ളിയപ്പോൾ, ഹല്ലേലൂയ, അവൻ ലജ്ജ കൂടാതെ ദൈവത്തിന്റെ സന്നിധിയിൽ അവരെടുക്കിയ കണ്ണുനീരിന്റെ ഫലമാ ഇന്ന് പകൽസമയം നീ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നീ ദൈവത്തിന് അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ നീ ദൈവത്തിന് വിടുതൽ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ ദൈവം നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് പകൽസമയം നീ ദൈവത്തിന്റെ വകയാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരടിമയ്ക്ക് അമ്മേ സ്തോത്രം അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അവകാശമുണ്ടോ? ഒരടിമയ്ക്ക് ഉണ്ടോ? ഭക്ഷണം കൊടുത്തില്ലെങ്കിലും ചോദിക്കാൻ പറ്റില്ല, കൂലിയില്ല. അമ്മേ സ്തോത്രം. പാർക്കാൻ ഇടം കൊടുത്തില്ലെങ്കിലും ചോദിക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, നമ്മൾ ആരാണ്? ദൈവത്തിൻ്റെ അടിമയാ. നമ്മൾ മക്കളെന്നൊക്കെ പറയുന്നെങ്കിലും നമ്മൾ ദൈവത്തിൻ്റെ വകയാണ്. നമ്മൾ നമ്മുടെ സ്വന്തമാണോ? നമ്മുടെ സമ്പത്ത് നമ്മുടേതല്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ ആരോഗ്യം നമ്മുടേതല്ല, നമ്മുടെ സമയം നമ്മുടേതല്ല. നമ്മൾ ദൈവത്തിൻ്റെ വകയാ. നീ ദൈവത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട വകയാണ്. നീ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ഒരു ദിവസം നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കേണ്ടി വരും. അവേ സ്തോത്രം. നീ അവിടെ കണക്ക് കൊടുത്തേ മതിയാകൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഹല്ലേലൂയ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി. കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. നീതിയോടെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഒരുപക്ഷെ ഭൂതങ്ങളെ പുറത്താക്കിയിരിക്കാം, ഒരു പക്ഷേ നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചിരിക്കാം. പക്ഷേ അവയെ പ്രതിഫലം തരുന്നവൻ, ഹല്ലേലൂയ, അവയെ സ്തോത്രം, ദൈവമാണ്. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Praise the Lord. Praise the Lord. തിരുവചനം ഏറ്റെടുത്താട്ട്, തിരുവചനം ഏറ്റെടുത്താട്ട്, തിരുവചനം ഏറ്റെടുത്താട്ട് നിന്റെ ഹൃദയത്തെ കഠിനമാക്കിക്കൊണ്ട് അവേ സ്തോത്രം, നീ ദൈവത്തിന്റെ വചനത്തിന് കീഴ്പ്പെടാതെ, ദൈവ ശബ്ദത്തിന് കീഴ്പ്പെടാതെ നീ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, അവേ സ്തോത്രം, ഹല്ലേലൂയ, അവേ സ്തോത്രം, നീ കണക്ക് കൊടുത്തേ മതിയാകും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ജനത്തിന്റെ അംഗീകാരമില്ലെങ്കിലും, ആമേൻ സ്തോത്രം, ജനം നിന്നെ അംഗീകരിച്ചില്ലെങ്കിലും, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, അവൻ നിന്റെ ശുശ്രൂഷയെ ജനം അംഗീകരിക്കത്തില്ല, അവൻ നീ പറയുന്നത് കേൾക്കത്തില്ല. പക്ഷേ അവൻ തിരുവചനം പറയുന്നു, നീ ഒരു പട്ടണത്തിലോ ഒരു ഗ്രാമത്തിലോ ചെന്നാൽ അവൻ ആ ദേശക്കാർ നിന്നെ അംഗീകരിച്ചില്ലെങ്കിൽ നിന്റെ കാൽ അവിടെ, ഹല്ലേലൂയ, അവൻ കാലിലെ പൊടി അവിടെ തട്ടിക്കളഞ്ഞിട്ട് അവൻ സ്തോത്രം, നീ മുൻപോട്ട് പോക. ലോകം നിന്നെ അംഗീകരിക്കണ്ട, നിന്റെ സഹോദരങ്ങൾ നിന്നെ അംഗീകരിക്കണ്ട. അവൻ സ്തോത്രം, നിന്റെ ഇടത്തും വലത്തും ഇരിക്കുന്ന സഹോദരൻ അവൻ സ്തോത്രം നിന്റെ കഴിവിനെ അംഗീകരിച്ചു വരാം. പക്ഷേ അവേ സ്തോത്രം, ഹല്ലേലൂയ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുൻപേ അവേ സ്തോത്രം, നിന്നെ കണ്ടവൻ, അവൻ നിന്നെ വിളിച്ചവൻ, നിന്നെ വാർതിരിച്ചവനായ ദൈവം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. നമ്മുടെ ആയുസ് ആമേൻ സ്തോത്രം വളരെ വേഗം കടന്നു പോകുക പ്രിയപ്പെട്ടവരെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് പറയാൻ കഴിയും, ഇനി എനിക്ക് ഇത്ര ദിവസമുണ്ട് അമ്മേ സ്തോത്രം, ഞാൻ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞതുപോലെ അവേ നാളത്തെ പ്രഭാതം ഹല്ലേലൂയ നിനക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? അമ്മേ സ്തോത്രം, ഹല്ലേലൂയ, നാളെ ഞാൻ ജീവിച്ചിരുന്നത് ചെയ്യുമെന്ന് പറയുവാൻ അവൻ എത്ര പേർക്ക് ഇന്ന് പകൽ സമയം തൻ്റെ ഇടമുണ്ട്? ഹല്ലേലൂയ. അവേ പ്രിയ ദൈവമക്കളെ, സ്തോത്രം, ദാവീദ് പറയുന്നത് പോലെ എൻ്റെ ആയുസ് എത്ര ക്ഷണികമെന്നെ ഗ്രഹിപ്പിക്കണമേ. ഒരു രാത്രി നീ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ, ഹല്ലേലൂയ, അവൻ നീ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഒരു പകൽ കൂടെ അവൻ ദൈവം നിനക്ക് ദാനം തന്നതാ.
ഹല്ലേലൂയ, നിന്റെ കുടുംബത്തിൽ ഒരിക്കൽ കൂടെ ജീവിക്കുവാൻ അവൻ സ്തോത്രം ദൈവം നിനക്ക് കൃപ ചെയ്തതാ. അവൻ സ്തോത്രം ഹല്ലേലൂയ. അവൻ സ്തോത്രം നിന്റെ ശ്രേഷ്ഠതയല്ല, നിന്റെ വിദ്യാഭ്യാസമല്ല, അവൻ സ്തോത്രം നിന്റെ കഴിവല്ല, അവൻ സ്തോത്രം ദൈവം നിനക്ക് ദാനമായി തന്നതല്ലാതെ ഇന്ന് പകൽ സമയം നിനക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. Glory. Praise the Lord. Praise the Lord. Hallelujah. ആമേൻ, സ്തോത്രം ഹല്ലേലൂയ. അവൻ പുറപ്പാട് 3:12 ഹല്ലേലൂയ. അതിനവൻ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ ജനത്തെ മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. Praise the Lord. Praise the Lord. ഓരോ പ്രഭാതത്തിലും ഉണരുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കണം, ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നോട് കൂടെയുണ്ടോ? Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. ഒരോട്ട പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റ് പോകാതെ അവൻ സ്തോത്രം നീ അല്പസമയം ദൈവത്തോട് സംസാരിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ കറക്റ്റ് ചെയ്യുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് നിന്നോട് ഇടപെടുന്നുണ്ടോ? അവൻ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുന്നുണ്ടോ എന്ന് ഹല്ലേലൂയ ഓരോ ദിവസവും ശോധന ചെയ്തിട്ട് വേണം നാം എഴുന്നേറ്റ് പോകുവാൻ. Praise the Lord. Hallelujah. 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 ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. Praise the Lord. Hallelujah. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആരെയാ വേണ്ട പ്രിയപ്പെട്ടവരെ? Praise the Lord. Hallelujah. ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ ആമേൻ സ്തോത്രം ലോകത്തിലെല്ലാവരും നിന്നെ വെറുത്താലും, നിന്റെ കുടുംബത്തിലുള്ള മുഴുവൻ പേരും നിന്നെ വെറുത്താലും ആമേൻ സ്തോത്രം ഹല്ലേലൂയ നീ പറ ഹല്ലേലൂയ, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അവയെ സഹായിപ്പാൻ കഴിയാത്ത അവയെ സ്തോത്രം മനുഷ്യപുത്രനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, അവയെ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, അവയെ ലോകത്തിലെ ഏതൊരു മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നത് ഹല്ലേലൂയ എനിക്ക് മതിയേ മതി. Praise the Lord. Hallelujah. Hallelujah. മോശേ ഞാൻ നിന്നോട് കൂടെയിരിക്കും. Hallelujah. 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 മോശയ്ക്ക് എന്നിട്ടും അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. Hallelujah. 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 പ്രൈസ് ദ ലോർഡ്. പ്രിയ ദൈവമക്കളെ സ്തോത്രം ഹല്ലേലൂയ. ദൈവം നിനക്ക് ഉറപ്പു തരുന്ന ദൈവമാണ്. അമേ സ്തോത്രം ഹല്ലേലൂയ. നിന്നിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് അമേ സ്തോത്രം ഹല്ലേലൂയ അവൻ ദൈവത്തിൻ്റെ സാന്നിധ്യം നിനക്ക് അവൻ വെളിപ്പെടുത്തി തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. 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 സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഞാനിന്നാള് ഇവിടെ സൂക്ഷിച്ചപ്പോൾ പറഞ്ഞാണല്ലേ ഒരു അമ്മാമയ്ക്ക് വേണ്ടി ആമേ സ്തോത്രം ഹല്ലേലൂയ ഞാൻ പ്രാർത്ഥിച്ചത്. ആമേ സ്തോത്രം. എൻ്റെ അമ്മച്ചി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ആ അമ്മാമ അപ്പുറത്ത് ഹോസ്പിറ്റലുണ്ട്. ഹല്ലേലൂയ. ഒരു കാലിങ്ങനെ പൊട്ടി പഴുത്തുകൊണ്ടിരിക്കുകയാണ്, വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ച് എണ്ണ തേച്ച് തരാമെന്ന് പറഞ്ഞു. സ്തോത്രം ഹല്ലേലൂയ. അവർ വിശ്വാസത്തോടെ എണ്ണ കൊണ്ടുവന്നു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നീ പ്രാർത്ഥിച്ചു തന്ന എണ്ണ ഞാൻ പുരട്ടി എനിക്ക് സൗഖ്യമായെന്ന്. സ്തോത്രം ഹല്ലേലൂയ. ഞാനൊരു രോഗസൗഖ്യം നടത്തുന്ന ആളാണോ? ആണോ? Praise the Lord. Hallelujah. നിങ്ങൾ വിശ്വസിക്കേണ്ട ഒരു സത്യമുണ്ട്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ ചില രോഗസൗഖ്യം നടക്കും. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം. നീ ചിലപ്പോൾ ശുശ്രൂഷകനായിരിക്കത്തില്ല, അപ്പോൾ നീ ഒരു സഭയുടെ പാസ്റ്റർ ആയിരിക്കത്തില്ല. ഹല്ലേലൂയ. നീ ഒരു യോഗം നടത്തുന്ന ആളായിരിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം. എന്നാൽ നീ പ്രാർത്ഥിക്കുന്നത് യേശുവിൻ്റെ നാമത്തിലാണ്. ഞാൻ ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിൽ PG വർഗീസിനോട് കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. അവിടെ കമ്പ്യൂട്ടർ കമ്പോസിങ്ങിൽ അവിടെ ഫെയ്ത്ത് ടുഡേ എന്ന മാഗസിൻ ഞാനാണ് കമ്പ്യൂട്ടറിൽ കമ്പോസ് ചെയ്തുകൊണ്ടിരുന്നത്. സ്തോത്രം. അവിടെ ആത്മസമർപ്പണം സ്തോത്രം അങ്ങനെയുള്ള മലയാളം കമ്പോസിങ് ഞാൻ കമ്പ്യൂട്ടറിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമുണ്ട്. ഹല്ലേലൂയ. അവിടെ ഒരു സ്തോത്രം ഹല്ലേലൂയ പ്രാർത്ഥനാ ഗ്രൂപ്പില്ല. യെസ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവർ പറയുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. രാവിലെ ഒരു ചാപ്പലുണ്ട്. ആ ചാപ്പലിൽ ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ എടുത്തു വെച്ച് പ്രാർത്ഥിക്കും. എല്ലാം കൂടെ 1 മണിക്കൂർ നേരത്തെ പ്രാർത്ഥനയാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ വരുന്ന ഓരോ കത്തുകളും അവരതിൻ്റെ പോയിന്റുകൾ വരയ്ക്കും. ഇപ്പോൾ ഹല്ലേലൂയ നിങ്ങളുടെ ഒരു കുഞ്ഞ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളായിരിക്കും.
അപ്പോൾ ഇവിടെ ഇവർക്ക് ലെറ്റർ എഴുതും, ഞാൻ 10ാം ക്ലാസ്സിൽ എൻ്റെ പഠിക്കുന്ന എൻ്റെ മോൾക്ക് അല്ലെങ്കിൽ മോന് അമ്മേ സ്തോത്രം വിജയം വേണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവരത് നോട്ട് ചെയ്തു. അമ്മേ സ്തോത്രം ഹല്ലേലൂയ. എന്നിട്ട് അവരതിന് വേണ്ടി കത്തെഴുതും, റിപ്ലൈ എഴുതും, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്തോത്രം ഹല്ലേലൂയ. ഈ കുഞ്ഞ് ജയിച്ചു കഴിയുമ്പോൾ ഇവർ പിന്നെയും കത്തെഴുതും, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ല എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു, എൻ്റെ കുഞ്ഞിന് വിജയം കിട്ടിയെന്ന്. സ്തോത്രം. നിങ്ങൾക്കതിൽ നിന്ന് എന്താ മനസ്സിലാകുന്നത്? എത്ര പ്രിയപ്പെട്ടവർ ഹല്ലേലൂയ ആ പ്രാർത്ഥനാ വിഷയം ഏറ്റെടുത്തിട്ടുണ്ടാവും, ഇല്ലേ പാസ്റ്റേ? ഇല്ലേ? നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, ആ ലോക്കൽ സഭയിലെ പാസ്റ്റർ ഹല്ലേലൂയ, പല പുള്ളികളും ഞാൻ പ്രാർത്ഥിച്ചു എന്ന ക്രെഡിറ്റ് എടുക്കാറുണ്ട്. ഞാൻ അവരെ വിമർശിക്കുകയല്ല. സ്തോത്രം ഹല്ലേലൂയ. പ്രാർത്ഥിക്കത്തില്ലെന്ന് പറയുന്നില്ല, പ്രാർത്ഥിക്കും. പക്ഷേ ഹല്ലേലൂയ പ്രവർത്തിക്കുന്നവനാരാണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ലേ? നമ്മുടെ നിലവിളി ദൈവം കേൾക്കത്തില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൻ്റെ മക്കളല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ സ്തോത്രം. എൻ്റെ പഠിപ്പിക്കൽ ഇങ്ങനെയാണ്. സ്തോത്രം ഹല്ലേലൂയ. അമേ സ്തോത്രം ഹല്ലേലൂയ. സഭയിലെ എല്ലാ വിശ്വാസികളും അമേ സ്തോത്രം വിശ്വാസ വീരന്മാരായി തീരണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെന്നും ദൈവദാസൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ ജീവിക്കരുത്. ഹല്ലേലൂയ. അമേ സ്തോത്രം. നിങ്ങൾ ആത്മാവിൽ വളരണം, ആത്മാവിൽ ശക്തിപ്പെടണം. ഹല്ലേലൂയ. അമേ സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ഹല്ലേലൂയ അമേ സ്തോത്രം ദൈവദാസനോട് ചേർന്ന് ഹല്ലേലൂയ അമേ പ്രവർത്തിപ്പാൻ ശക്തരായി തീരണം. എന്നും ദൈവവചനം കേട്ടിട്ട് സ്തോത്രം അനങ്ങാതെ ഇറങ്ങിപ്പോകുന്നവരായി തീരാതെ അമേ സ്തോത്രം ദൈവവചനത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം അപ്ലൈ ചെയ്യുന്നവരായി തീരണം. അമേ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു, ഈ ഇരിക്കുന്ന ഇത്രയും പേരും കൂടെ പ്രാർത്ഥിച്ചാൽ അവൻ ഈ പോസ്റ്റ്മോത്ത് പട്ടണം പിടിച്ചടക്കുവാൻ അമേ സ്തോത്രം നിങ്ങൾക്ക് കഴിയും. ഹല്ലേലൂയ. അമേ സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ജോലിയാകരുത്. അവൻ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം സമ്പത്താകരുത്. അവൻ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം തലമുറയാകരുത്. അവൻ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഹല്ലേലൂയ അവൻ ഭൗതിക വസ്തുക്കളാകരുത്. നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ അമേ സ്തോത്രം ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ആമേൻ ന്യായാധിപന്മാരുടെ പുസ്തകം പഠിക്കുമ്പോഴും നമുക്ക് അവിടെയും കാണുവാൻ സാധിക്കുന്നത് സ്തോത്രം ഹല്ലേലൂയ അവൻ ഗിദെയോൻ പറയുന്നൊരു വാക്കുണ്ട്. ഹല്ലേലൂയ. എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ ഞാൻ ചെറിയവനുമാണ്. ഇന്ന് പകൽസമയം ആ വേദഭാഗം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. എൻ്റെ ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ, അവേ സ്തോത്രം നിങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും ചെറിയവനായിരിക്കുക. അവേ സ്തോത്രം നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങൾ ഏറ്റവും ചെറിയവരായിരിക്കുക. അവേ സ്തോത്രം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ സാമ്പത്തിക പശ്ചാത്തലം അവേ സ്തോത്രം ഏറ്റവും ചെറിയതായിരിക്കാം. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും എളിയവരായിരിക്കാം നിങ്ങളെന്നാൽ അവേ സ്തോത്രം ഹല്ലേലൂയ അവേ സ്തോത്രം നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. അവേ സ്തോത്രം നിന്നെ ദൈവത്തിന് ഉപയോഗിപ്പാൻ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. അവേ സ്തോത്രം നീ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ എൻ്റെ കർത്താവ് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അവേ സ്തോത്രം നിന്നെ വെറുതെയല്ല ഈ ദേശത്തെ ദൈവം അയച്ചത്. അവേ സ്തോത്രം നിന്നെ വെറുതെയല്ല ദൈവം ഈ ദേശത്ത് കൊണ്ടുവന്നത്. ഈ ദേശത്ത് ദൈവം നിന്നെ കൊണ്ടുവന്നെങ്കിൽ അവേ സ്തോത്രം നാം ദൈവത്തിന് പ്രയോജനപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ പട്ടണത്തിൽ നിങ്ങൾ ജീവിച്ച് സുഖകരമായി മരിച്ചാൽ ഒരു ദിവസം ദൈവം നിങ്ങളോട് ചോദിക്കും, ഹല്ലേലൂയ നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ഹല്ലേലൂയ. തിരുവചനം ഇങ്ങനെ വായിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. എൻ്റെ നാമത്തിൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ നിങ്ങൾ ഹല്ലേലൂയ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? അവൻ ഞാൻ ദരിദ്രനായിരുന്നു, നിങ്ങൾ എനിക്ക് ഹല്ലേലൂയ അവൻ ഞാൻ വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല. അവൻ സ്തോത്രം എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല. അവൻ സ്തോത്രം ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. ഹല്ലേലൂയ. അവൻ ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് ഹല്ലേലൂയ അവൻ ലോകം അറിയട്ട് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അവൻ കഷ്ടത അനുഭവിക്കുന്നവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ അവൻ സ്തോത്രം നിന്നെ രക്ഷിക്കുന്നുണ്ട് ഒരു ദൈവമുണ്ടെന്ന്. അവൻ നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ സ്തോത്രം നിനക്ക് രോഗസൗഖ്യം തരുന്ന ഒരു കർത്താവുണ്ടെന്ന് പറയുവാൻ അവൻ സ്തോത്രം ഹല്ലേലൂയ. അവൻ നീ ഡോക്ടറേറ്റ് എടുക്കേണ്ട. ഹല്ലേലൂയ. അവൻ നീ ബൈബിൾ കോളേജിൽ പോകേണ്ട. ഹല്ലേലൂയ. അവൻ സ്തോത്രം നീ വിശ്വാസത്തോടെ പറഞ്ഞു പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഞാൻ 17 വയസ്സുള്ളപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ മൂലയ്ക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം, മർത്തോമയിലെ അച്ഛൻ മേളിലെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വന്നു. ഹല്ലേലൂയ. വീട് വിസിറ്റ് ചെയ്യാൻ വന്നതാ. സ്തോത്രം. അവിടെ ഇരുന്നൊരു കുഞ്ഞ് ഓടി എൻ്റെ അടുത്ത് വന്നു. റൂച്ച എനിക്ക് പേടിയാവുമെന്ന് പറഞ്ഞു. സ്തോത്രം. ഞാൻ ചോദിച്ചു എന്താ മോനെ? എനിക്ക് വലിയ പേടിയാവുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. അച്ഛൻ്റെ മുമ്പിൽ കൂടെ ഓടി വന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആ പ്രിയ പൈതലിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ശാന്തനായി തിരിച്ച് അച്ഛൻ്റെ അടുക്കൽ ചെന്നായിരുന്നു. ഹല്ലേലൂയ. ഞാനും അവിടെ ചെന്നു. കുറച്ച് നേരം ഹല്ലേലൂയ ദൈവവചനത്തിൽ സംസാരിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ ഒരു അച്ഛൻ എത്ര വർഷം പഠിച്ച ആളാണ് വേദപുസ്തകം. ഹല്ലേലൂയ. ബൈബിൾ കോളേജിലോ പഠിച്ചിട്ടില്ല, വേദപുസ്തകത്തിൻ്റെ ABCD അറിയത്തില്ല. പക്ഷേ സ്തോത്രം, ഞാൻ അനുഭവിക്കുന്നൊരു സത്യമുണ്ട്. ഞാൻ അനുഭവിക്കുന്നൊരു പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം. ഹല്ലേലൂയ. എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഈ ജനം ഉണരട്ടെ. ഈ ജനം ഉണരുവാൻ ഹല്ലേലൂയ ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളിരിക്കുന്ന ഇടം ഹല്ലേലൂയ പ്രാപ്തനാലയമായി തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് പകൽസമയം ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. ഉടകമന ജഗശൈദമാരഗധുരാദി അമ്പൽ ക്രഗന രഗദുന റൈഡൽ പ്രമനഗടഗസിയ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ ഉടമകളായി നാം തീരട്ടെ. വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ വ്യാപരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സ്തോത്രം, വിശ്വാസം നമ്മുടെ ഉള്ളിൽ വ്യാപരിച്ചാൽ ഹല്ലേലൂയ ദേശത്തെ പിടിച്ചടക്കുവാൻ, ആത്മാക്കളെ പിടിച്ചടക്കുവാൻ, കുടുംബങ്ങളെ പിടിച്ചടക്കുവാൻ ഹല്ലേലൂയ നിന്നിൽ വ്യാപരിക്കുന്ന ദൈവാത്മാവിന് കഴിയുമെന്ന് വിശ്വസിക്കുക. Praise the Lord. Hallelujah. നാം വിശ്വാസത്തോടെ ഒരുവിടുന്നവരായിത്തീരണം. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ യാത്രയോട് ഇവിടെ നിന്ന് പിഴുത് കടലിലേക്ക് നീങ്ങിപ്പോകുവാൻ പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് തിരുവചനത്തിൽ സ്തോത്രം എഴുതിയിരിക്കുന്നെങ്കിൽ സ്തോത്രം വിശ്വാസത്തോടെ പറ. സ്തോത്രം, ഈ കുടുംബത്തെ എനിക്ക് അവകാശമായി തരണം. എന്നോട് ഉൾപ്പം ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ നീ എനിക്ക് അവകാശമായി തരണം. ഈ കുടുംബത്തെ എനിക്ക് അവകാശമായി തരണം. എൻ്റെ അയൽപക്കത്ത് താമസിക്കുന്ന പ്രിയപ്പെട്ടവരെ എനിക്ക് അവകാശമായി തരണം. സ്തോത്രം, നീ സഹകരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരത്തിൽ വെച്ച് നീ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഈ കുടുംബത്തെ എന്നോടൊപ്പം ആരാധിക്കേണ്ടതിനായി സ്തോത്രം നീ എനിക്ക് ദാനമായി തരണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രാർത്ഥന ഞാൻ വീണ്ടും പറയുന്നു സ്തോത്രം സമ്പത്താകരുത്. പ്രൈസ് ദി ലോർഡ്. സമ്പത്ത് ദൈവം തരും മക്കളെ. പ്രൈസ് ദി ലോർഡ്. മുമ്പ് എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി സകലതും നൽകിത്തരാമെന്ന് പറഞ്ഞ കർത്താവ് സ്തോത്രം. ഹല്ലേലൂയ. അവനാർക്കും കടക്കാരനല്ല. ഹല്ലേലൂയ. ഇന്ന് പകൽസമയം ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ബാലനെന്ന് നീ പറയരുത്. പ്രൈസ് ദി ലോർഡ്. നിനക്ക് കഴിവില്ലെന്ന് നീ പറയരുത്. നിനക്ക് സംസാരിപ്പാൻ അറിയില്ലെന്ന് നീ പറയരുത്. സ്തോത്രം, എനിക്ക് മനുഷ്യനോട് ഇടപെടാൻ അറിയയില്ലെന്ന് നീ പറയരുത്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ നിന്നെ ശക്തീകരിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് ദൈവം ഹല്ലേലൂയ യഹോവ യിരെമ്യാവിൻ്റെ നാവിനെ തൊട്ടു. ഹല്ലേലൂയ. ഇന്ന് പകൽസമയം ഹല്ലേലൂയ നിന്റെ നാവിനെ ശുദ്ധീകരിക്കുന്ന ദൈവം, നിന്റെ നാവിനെ ബലപ്പെടുത്തുന്ന ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. മറ്റുള്ള ആയിരങ്ങളെ ആശ്വസിപ്പാൻ കഴിയുന്ന സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവകൃപ നിന്റെ നാവിലൂടെ തരുവാൻ നിന്റെ വായെ ഹല്ലേലൂയ അതിനുവേണ്ടി ഉപയോഗിപ്പാൻ എൻ്റെ ദൈവത്തിന് കഴിയും. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. 8 എക്സ്ക്യൂസുകൾ നമുക്ക് തിരുവചന അടിസ്ഥാനത്തിൽ നമുക്ക് കാണുവാനും സാധിക്കും. ഞാൻ 2 കാര്യം മാത്രമേ എടുത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തോട് ശക്തമായി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ സഭയുടെ തലത്തിന് നീ ഒരു മാറ്റം വരുത്തേണം. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു കവിഞ്ഞെടുക്ക് വ്യാപരിക്കപ്പെടുന്നൊരു സഭയായി സ്തോത്രം. ഹല്ലേലൂയ. ജനത്തെ ചേർത്ത് നിർത്തുന്ന സ്തോത്രം. ജനത്തെ ദൈവത്തിന് പ്രയോജനപ്പെടുത്തുന്ന
കുടുംബങ്ങളെ ദൈവത്തിന് പ്രയോജനപ്പെടുത്തുന്ന തലമുറകളെ ദൈവത്തിന് പ്രയോജനപ്പെടുത്തുന്ന സ്തോത്രം ഒരു ആത്മാവിനെ ഹല്ലേലൂയ എൻ്റെ മേൽ പകരണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അഭിഷേകത്തിനോട് ചേർന്ന് നമുക്ക് പ്രവർത്തിക്കാം. ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം ഓരോ ദിവസവും ഹല്ലേലൂയ സ്തോത്രം നമുക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈർഘ്യം കൂട്ടാം. ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നവനെ കൊണ്ട് ദൈവത്തിന് വൻ കാര്യങ്ങളെ ചെയ്യുവാൻ സാധിക്കും. പ്രാർത്ഥിക്കുന്നവനെ കൊണ്ട് ദൈവത്തിന് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിപ്പാൻ കഴിയും. ഹല്ലേലൂയ. ഈ പട്ടണത്തിൽ കർത്താവ് നമ്മളെ ഉപയോഗിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളെയൊക്കെ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.